മാധ്യമങ്ങൾ പാടുപെടുകയാണ്, സ്ട്രഗിൾ ചെയ്യാണ്. അത് കേരളത്തെ എങ്ങോട്ട് കൊണ്ടുപോകും? എന്തെല്ലാം വിഷയങ്ങളാണ് ചർച്ചയാവുന്നത്. രാവിലെ ആവുമ്പോൾ ചർച്ചയാവുന്ന ചില വിഷയങ്ങൾ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ചിരിച്ചു പോകും. പണ്ട് പ്രിന്റ് മീഡിയ ഉണ്ടായിരുന്നൊരു കാലത്ത് എന്തൊരു ക്രെഡിബിലിറ്റി ആയിരുന്നു. ഒരു തെറ്റ് വന്നാൽ പിറ്റേ ദിവസം ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് പത്രാധിപരുടെ ഒരു കുറിപ്പുണ്ടാവുമായിരുന്നു. ഇപ്പൊ ഖേദിക്കാൻ പോയി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഖേദിക്കേണ്ടി വരും. ഖേദിക്കേണ്ട വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തെറ്റാണെന്ന് കണ്ടു കഴിഞ്ഞാലും മാറ്റുന്നില്ല വാർത്ത, അവിടെ തന്നെ കിടക്കുകയാണ്, വാർത്ത കിടക്കുകയാണ്. അതെല്ലാം നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിക്കും. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി വിമർശനം ഉണ്ടാകുന്നതാണോ, ഗവൺമെന്റിനെതിരായിട്ട് വിമർശനം ഉണ്ടാകുന്നതാണോ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരായി വിമർശനം ഉണ്ടാകും, അതൊന്നും അല്ല വിഷയം. അതല്ല ഞാൻ പറയുന്നത്. അതൊക്കെ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ നേതാക്കളും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം മാധ്യമങ്ങൾ അവരെ ആക്രമിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾക്ക് ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവും. ഈ പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത് ഗവൺമെന്റിലിരിക്കുന്നവർക്കെതിരായിട്ടുള്ള വാർത്തകളുണ്ടാവും. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അതല്ല എൻ്റെ പ്രശ്നം, അതല്ല വിഷയം. ഞാൻ നോൺ ഇഷ്യൂസാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഡിസ്കോസാണ്, ഡിബേറ്റാണ്. ബട്ട് ദർ ഷുഡ് ബി ആൻ ഔട്ട്കം, അല്ലേ? ഒരു പരിണത ഫലമുണ്ടാകണം, ഒരു റിസൾട്ട് ഉണ്ടാകണം. സംബഡി ഷുഡ് ബി ബെനഫിഷ്യൽ. ആരെങ്കിലും അതിന്റെ ബെനഫിഷ്യറീസ് ഉണ്ടാകണം. ഇതാർക്കും പ്രയോജനമില്ലാത്ത നോൺ ഇഷ്യൂസ് ചർച്ച ചെയ്ത് കേരളത്തിന്റെ സമയം മെനക്കെടുത്തരുത്. സോഷ്യൽ മീഡിയ നിലവാരത്തിലേക്ക് പോകരുത്. സോഷ്യൽ മീഡിയയിൽ എല്ലാം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ചില സോഷ്യൽ മീഡിയയിൽ ആരെയും ആക്രമിക്കുകയും എന്തും ചെയ്യാം, ആരെയും വെള്ളപൂശിയെടുക്കാം, മര്യാദയ്ക്ക് നടക്കുന്ന ആരെയും വഷളാക്കിയെടുക്കാം, അല്ലേ? ആ ഒരു കാലത്തല്ല. കാരണം നമ്മുടെ സംസ്ഥാനം വലിയൊരു ടേണിംഗ് പോയിന്റിലാണ്. നമുക്ക് മുന്നോട്ട് കുതിച്ചേ മതിയാവും. വരാനിരിക്കുന്ന തലമുറകളോട് നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവരെ നമുക്ക് ചേർത്ത് നിർത്തണം, അവരെ നമുക്ക് പിടിച്ചു നിർത്തണം, നമ്മുടെ നാട്ടിൽ നമുക്ക് നിർത്തണം. എല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായി കേരളം മാറരുത്. അപകടകരമായ രീതിയിലേക്ക് കേരളം പോകരുത്. ദിസ് ഈസ് ദ റൈറ്റ് ടൈം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ഡെമോഗ്രാഫിക് ചേഞ്ചസിനെ കുറിച്ചൊക്കെ പറഞ്ഞത് ലോകത്ത് ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ നോക്കിയിട്ടാണ്. ഇപ്പൊ തമാശയായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന ഒരു കുട്ടി ഹി മേ ക്രോസ് 100. 100 വയസ്സ് കഴിഞ്ഞു പോകും. ഇപ്പൊ 100 വയസ്സ് ആരും കഴിയുന്നില്ലല്ലോ. 100 വയസ്സ് ആവറേജ് ഒരു ഏജിന്റെ ഇതിലേക്ക് പോകും. 70, 75 എന്നൊക്കെ ഉള്ളത് ഇപ്പോഴുള്ളത്. അത് 80ലേക്കും 85ലേക്കും 90ലേക്കും പോകും. ഇപ്പൊ കിൻഡർ ഗാർട്ടനിൽ പഠിക്കുന്ന ഒരു കുട്ടികൾ അവർ 100 ക്രോസ് ചെയ്യും. ആ സ്ഥിതിയിലേക്കാണ് ലൈഫ് എക്സ്പെക്ടൻസി വരുന്നത് ലോകത്തെ പല രാജ്യങ്ങളിലും. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലാണ് അത് കൂടുതൽ. ഇത്തരം സോഷ്യോ ഇക്കണോമിക് ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാ ബുധനാഴ്ചകളും അദ്ദേഹം നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾക്കപ്പുറം അത് അക്ഷരാർത്ഥത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ ബ്രീഫ് ചെയ്യുകയും ഗവൺമെന്റിനോടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമാണെങ്കിൽ, അതിനപ്പുറം അദ്ദേഹം നടത്തുന്ന ഓരോ വാക്കുകളും, അതും എസ്പെഷ്യലി ഓരോ വേദികൾക്കനുസരിച്ച് അദ്ദേഹം നടത്തുന്ന വാക്കുകളും സംസാരങ്ങളും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദീർഘവീക്ഷണം എത്രത്തോളമാണ് എന്ന് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യൻ തനിക്ക് കിട്ടിയ അധികാരം, താനിരിക്കുന്ന കസേര, അതിൻ്റെ വലുപ്പവും അതിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സന്നദ്ധനായിട്ട് മുന്നിട്ടിറങ്ങുക. വെറുതെ ആ കസേരയിൽ ഇരിക്കുകയല്ല, കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടി ആ മനുഷ്യൻ പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുക. അതിനു വേണ്ടിയുള്ള മരുന്നും ആ മനുഷ്യൻ്റെ കയ്യിലുണ്ട്. മുമ്പ് ഇരുന്ന പലർക്കും ഇല്ലാതെ പോയത് കസേരയിലൊക്കെ ഇരുന്നിട്ടുണ്ട്, പക്ഷേ കയ്യിൽ മരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സതീശൻ്റെ കയ്യിൽ അതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മളോട് അതാണ് പറയുന്നത്. നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത രീതിയിൽ ഒരു ഭരണാധികാരിയുടെ സംസാരം, വാക്കുകൾ, കാഴ്ചപ്പാടുകൾ, ദീർഘവീക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം നമുക്കിതൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ആ കസേരയിലിരുന്ന വ്യക്തിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നമ്മളിത് കേൾക്കുകയാണ്, ഇത് കാണുകയാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നീക്കങ്ങളും മുന്നോട്ടുള്ള ചലനങ്ങളും പ്രവർത്തനങ്ങളും കൂടി കാണുകയാണ്. വെറും വാക്കുകൾ കേൾക്കുക എന്ന് മാത്രമുള്ളതല്ല. അവിടെയാണ്
കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ട് എന്ന് മാത്രമല്ല, ഈ മാധ്യമങ്ങളുടെ ചർച്ചകൾ എന്ന് പറയുന്നത് ഇവിടെ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. അദ്ദേഹം പറയുന്ന ഇപ്പം രാഷ്ട്രീയക്കാരനാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഏതാണെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പോലെയല്ല ഒരു മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത്. അവർ നൽകുന്ന വാർത്തകൾക്ക് അടിസ്ഥാനങ്ങൾ ഉണ്ടാകണം, യാഥാർത്ഥ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടായിരിക്കണം. പച്ച നുണകൾ പടച്ചു വിടുക, എന്നിട്ട് ആ പച്ച നുണ പൊളിഞ്ഞിട്ടും യാഥാർത്ഥ്യം ഇതല്ല എന്ന് തെളിവുകളടക്കം സമൂഹത്തിൻ്റെ പൊതുമധ്യത്തിൽ വന്നിട്ടും ആ വാർത്തയ്ക്ക് മേൽ ഒരു ഖേദം പ്രകടിപ്പിക്കാനോ ഞങ്ങൾ പറഞ്ഞത് നുണയായിപ്പോയി തെറ്റായിപ്പോയി എന്ന് പോലും പറയാൻ തയ്യാറാവുന്നില്ല. ആലോചിക്കണം. മാത്രമല്ല ഈ നുണ പറയുന്ന ആളുകൾ അവരാ നുണ പറയുന്നു എന്ന് മാത്രമല്ല, അവർ പറയുന്ന നുണ ബാക്കിയുള്ളവർ കൂടി ഏറ്റുപിടിക്കണമെന്ന് വാശി പിടിക്കുക. അത് പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ അവഹേളിക്കുക, പരിഹസിക്കുക, അധിക്ഷേപിക്കുക, ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഈ കൃത്യമായിട്ട് നമുക്ക് കണ്ടറിയുമല്ലോ. ഇപ്പം രണ്ടാളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഒരേ കസേരയിൽ, ഒരേ പൊസിഷനിൽ, ഒരേ പദവിയിൽ രണ്ടാളുകൾ. ആ രണ്ടാളുകളുടെ പ്രവർത്തനവും വാക്കും അയാളുടെ വീക്ഷണവും അയാളുടെ ദീർഘവീക്ഷണവും അയാളുടെ പോളിസിയും എല്ലാം രണ്ടുപേരുടേത് നമുക്ക് കമ്പയർ ചെയ്യാൻ കിട്ടുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാമാന്യ ബുദ്ധിയിൽ നിന്നുകൊണ്ട് അവന് ഇത് വളരെ ഈസി ആയിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ ജനങ്ങളുടെ കോമൺ സെൻസിന് മുകളിൽ നുണകൾ പറഞ്ഞ് വ്യാജങ്ങൾ പടച്ചുണ്ടാക്കി അതിനു പുറത്ത് ഈ പറയുന്ന മറ്റുള്ളവർ കൂടി ആ വ്യാജങ്ങൾ ഏറ്റുപിടിക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നോക്ക്. മുമ്പൊക്കെ ഇപ്പോൾ പത്രങ്ങൾ, ഈ വാർത്താ ചാനലുകളൊന്നും സജീവമാകാത്ത കാലത്ത് പത്രങ്ങൾ, പ്രിന്റ് മീഡിയകൾ നമ്മളിലേക്ക് വാർത്തകൾ എത്തിച്ചിരുന്ന കാലത്ത് എല്ലാ ദിവസവും ഈ പത്രങ്ങളുടെ ഒരു മൂലയിൽ ഈ ഖേദപ്രകടനം ഉണ്ടാവും. എന്തേ? തെറ്റുപറ്റി, സംഭവിക്കാമല്ലോ, മനുഷ്യനാണല്ലോ. ഒരുപാട് ആളുകൾ ചേർന്ന് ഒരു പത്രം ഡിസൈൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തെറ്റുകൾ വരും. അപ്പം തെറ്റ് പറ്റുമ്പോൾ തെറ്റ് പറ്റി, ഞങ്ങൾ ഇന്ന ദിവസം കൊടുത്ത ഇന്ന വാർത്ത തെറ്റായിരുന്നു, അത് പറയാനുള്ളൊരു മാന്യത കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത് കാണുന്നില്ല. വീണ്ടും വീണ്ടും ന്യായീകരിച്ച് വക്രീകരിച്ച് വളച്ചൊടിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇത് പറയുന്നു, ഈ നുണ പറയുന്നു എന്ന് മാത്രമല്ല, വ്യാജങ്ങൾ പടച്ചു വിടുന്നു എന്ന് മാത്രമല്ല, ഇത് പറയാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന നുണ മറ്റുള്ളവർ കൂടി പറയാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ നിർബന്ധിക്കുക. അതാണ് ഇപ്പം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഈ പറയുന്ന വി ഡി സതീശൻ ഈ മനോരമ ന്യൂസിൻ്റെ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഓടി വന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. എന്തറിയോ? കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ ഈ നാട്ടിലുണ്ടായിരുന്നു, അന്നൊന്നും നമ്മളിതൊന്നും കേട്ടിട്ടില്ല. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളോ ഇങ്ങനെയുള്ള പോളിസി മേക്കിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകളോ സംസാരങ്ങളോ ഐഡിയോളജിയോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അന്ന് നമ്മൾ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വല്ലപ്പോഴും ഒരു വാർത്താ സമ്മേളനം നടത്തും. അന്ന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും. ഒരു എന്താ പറയേണ്ടത്, ഒരു ഗവൺമെൻറ്, നിങ്ങൾ രാജ്യത്തെ ലോകത്തുള്ള ഭരണകൂടങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്. അവർ 10-15 വർഷങ്ങൾക്കപ്പുറം എന്താണോ വേണ്ട റിസൾട്ട് അതിനു വേണ്ടി ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുക. 10-15-20 വർഷങ്ങൾക്കപ്പുറം വേണ്ട റിസൾട്ടിന് വേണ്ടി ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുക. കാരണം എന്താ? അന്ന് ആ റിസൾട്ട് കിട്ടണേ ഇന്ന് പണിയെടുത്ത് തുടങ്ങണം. അന്ന് പണിയെടുത്ത് ഇപ്പോൾ 15 വർഷം കഴിഞ്ഞിട്ട് അന്നൊരു എന്താ പറയേണ്ടത്, ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് അന്ന് പണി തുടങ്ങിയാൽ വീണ്ടും 15 വർഷം ലേറ്റാകും, അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞ റിസൾട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അവിടെയാണ് ഈ പറയുന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം. ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം അതാണ്. ഒരു സാധാരണക്കാരനില്ലാതെ പോയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു ഭരണാധികാരി, കാരണം എന്താ, ആ നാട് എന്താവണമെന്ന് തീരുമാനിക്കുന്നത് ആ ഭരണാധികാരിയുടെ പോളിസികളാണ് അല്ലേ?
അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിഗ് ബ്രേക്കിംഗ്, ബിഗ് ബ്രേക്കിംഗ്, ബിഗ് ബ്രേക്കിംഗ്. എന്താണ് ഈ ബിഗ് ബ്രേക്കിംഗ്? ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ വലിയ നുണ എന്നർത്ഥം. ആരൊക്കെ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറയുന്നുണ്ടോ? എന്താ അങ്ങനെ വരുന്ന തലക്കെട്ടോട് വരുന്ന എന്ത് വാർത്തയും പച്ച നുണയാണെന്നർത്ഥം. പച്ച നുണ, നട്ടാൽ കുരുക്കാത്ത നുണ, അതാണ് ഈ ബിഗ് ബ്രേക്കിംഗ്. പച്ച നുണ വിളിച്ചു പറയാ, എന്നിട്ട് അതിൻ്റെ പേര് ബിഗ് ബ്രേക്കിംഗ്. ഇതാ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രെഡിബിലിറ്റി ഒക്കെ പോട്ടെ, ഒരു പൊതുസമൂഹത്തോട് ഏതൊരു മനുഷ്യനും കാണിക്കേണ്ട ഒരു മൊറാലിറ്റി ഉണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലും ഇല്ലാതെ ഒരു എന്താ പറയുന്ന ചീഞ്ഞളിഞ്ഞ സംസ്കാരവുമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു ആ ഭാഗത്തേക്ക്. ലോകത്തുള്ള മാധ്യമങ്ങളൊക്കെ ആ ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, ഈ കോർപ്പറേറ്റ് ഭരണം മാധ്യമ മേഖലയിൽ വന്നതോടുകൂടി മാധ്യമങ്ങൾ ആ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്തുള്ള മീഡിയകൾ ഇപ്പോൾ കേരളത്തിലും അതേ സ്ഥിതിയിലേക്ക്. ബിഗ് ബ്രേക്കിംഗ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പച്ച നുണയാണെന്നർത്ഥം. മനസ്സിലായില്ലേ? അവിടെയാണ് നമുക്ക് ഒരു 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 പീരിയഡിന് ശേഷം, ഒരു ഗ്യാപ്പിന് ശേഷം ഒരു ഭരണാധികാരിയെ ലഭിക്കുക. അത്രയധികം വിഷനുള്ള ഒരു ഭരണാധികാരി, വെൽ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് കോളേജിലാണ് കോളേജിൽ പോയി പഠിക്കുന്ന മാത്രമല്ല, ആ കോളേജിൽ പോകാതെ അയാൾ പഠിച്ചുണ്ടാക്കിയ അയാളുടെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി അറിയണമെങ്കിൽ ഇന്നലെ ഈ പറയുന്ന കോൺക്ലേവിൽ സതീശൻ്റെ സംസാരം മാത്രം കേട്ടാൽ മതി. അയാളുടെ കപ്പാസിറ്റി എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഒരു വിഷൻ എന്ന് പറയുന്നത് അത് ആ മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്ന എവിടുന്ന? കാഴ്ചപ്പാടുണ്ടാകണേ വിവരം വേണം. അതുണ്ടെങ്കിലേ കാഴ്ചപ്പാടുകൾ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് എത്ര ഭംഗിയായിട്ടാണ് അയാൾ ആ മനുഷ്യനെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അത് ചെയ്യുകയുമാണ്, പ്രാവർത്തികമാക്കുക, പ്രാക്ടിക്കലി അത് സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇന്ന്. അവിടെയാണ് ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളുടെ ഒരു പച്ച നുണകളുടെ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പച്ച നുണകൾ പടച്ചുവിടുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.